ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഐക്കേന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ സ്കിന്നിൽ ഞാൻ മോയ്സ്ചറൈസർ അങ്ങനെ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യാറില്ല. അതുപോലെ തന്നെ പിമ്പിൾസും ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കണം എന്നുള്ളത് നമുക്കറിയാം. മീൻസ് ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ചെടിക്ക് എങ്ങനെ വെള്ളം ഒഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ നമ്മൾ ചെയ്യണം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അതോടെ എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ വാങ്ങാമെന്ന് വിചാരിച്ച് സെറ്റഫിലിനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബയോഡെർമ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആണ്, ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത്. 200 ml ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 700, 699 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് ഞാൻ റിവ്യൂ പറയാമേ. ഇപ്പോൾ ക്യാമറയിലായതുകൊണ്ടാണ് കാണാത്തത്, കാരണം എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ബ്ലാക്ക് മാർക്കും കാര്യങ്ങളും ഉണ്ട്. ക്യാമറയിൽ ഓൾറെഡി നമുക്കറിയാമല്ലോ, നമ്മൾ ഫിൽറ്റർ ഇട്ടില്ലെങ്കിൽ പോലും അതിലൊരു ഷെയ്ഡ് വരും, വൈറ്റ് കളർ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാങ്ങിക്കുന്ന സ്നെയിലിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 1450 വരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിനുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ ഉള്ള ദിവസം ഒരു 1 day 2 days ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവളും പറഞ്ഞു നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഇതിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടെങ്കിലേ ഞാൻ എന്തായാലും പറയുള്ളൂ. റിസൾട്ട് എന്തായാലും ഉണ്ടാകും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബോട്ടിൽ വാങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വൈറ്റമിൻ സി ഡെർമാക്കോൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നൈറ്റ് ടൈമിൽ. പക്ഷെ ഞാൻ ഡെയിലി ഇല്ലേ, ഞാൻ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ജസ്റ്റ് 2 days യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ നിർത്തും, അങ്ങനെയാണ്. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച്, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മാറിപ്പോയി, സ്കിന്നൊക്കെ ഷോഗോയി, തള്ള വൈബായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു മീൻസ് ഒരു വാശി, അത് മീൻസ് നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ് ആകുമ്പോൾ അവർക്ക് ഓപ്പണായിട്ട് പറയാം. നമ്മളോട് സത്യസന്ധമായിട്ട് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഓക്കെ, കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കുറച്ചും കൂടി ബെറ്റർ ആവണം എന്നുള്ളൊരിതാണല്ലോ നമുക്ക് തോന്നുന്നത്. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഓക്കെ എന്തായാലും അങ്ങോട്ട് ഓർഡർ ചെയ്യാം. അല്ലാത്ത കാര്യത്തിലൊക്കെ നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് എടുക്കാനാണെങ്കിലും അവിടെ മീൻസ് ഫ്രണ്ട്സിനൂടെ പുറത്തു പോകാനാണെങ്കിലൊക്കെ. അപ്പം നമ്മുടെ സ്കിന്ന് നമ്മൾ നോക്കണം, വേറെ ആരും നമുക്ക് വേണ്ടി നോക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു നീ ഒന്നുകൂടി ശ്രദ്ധിക്കണം, നല്ല തള്ള വൈബ് ആവുന്നുണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വേറൊരു ഫ്രണ്ടും പറഞ്ഞു, അവളും പറഞ്ഞ് എടി ഇത് ആകെ മാറിപ്പോയി, സ്കിന്നൊക്കെ പ്രശ്നമായി എന്നാണ്. അപ്പം അവൾ മിനിമലിസ്റ്റിന് നിയാസിനിമൈഡാണ് 10% യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിയാസിനിമൈഡ് ഇപ്പോൾ ട്രൈ ചെയ്യണ്ടേ. ഇപ്പോൾ മിനിമലിസ്റ്റിൻ്റെ സലിസിലിക് ആസിഡ് ഞാൻ ഇങ്ങനെ കണ്ടു, റിവ്യൂ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം 30 ml ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം 10 ml എടുക്കാം. നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവോ ഓക്കെ ആവോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങി വെച്ച് യൂസ് ചെയ്യുന്നുള്ളത് ഏറ്റവും നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് യൂസ് ചെയ്ത് ബെറ്റർ ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ മിനിമം നമ്മൾ 2-3 months എങ്കിലും എല്ലാം യൂസ് ചെയ്യണം. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി 2 ദിവസം കൊണ്ട് മാറ്റും. പിന്നെ കോജിക് ആസിഡിൻ്റെ ഒരു നൈറ്റ് ക്രീം ഉണ്ട്, അത് ഞാൻ 2 years മുമ്പ് വാങ്ങിയിട്ട് ഇപ്പോഴും സ്റ്റിൽ അതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കാമല്ലോ. പിന്നെ ഇടയ്ക്ക് നമ്മളിപ്പോൾ നോർമൽ ഫേസ് പാക്ക് വീട്ടിലുണ്ടാക്കുന്ന പാക്കും കാര്യങ്ങളും ഇടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്തായാലും എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുടക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ എൻ്റെ സ്കിൻ കെയർ ചലഞ്ച് വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. മീൻസ് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരാളൊന്നുമല്ല. ഫോട്ടോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു വീഡിയോസൊക്കെ എടുക്കും. പക്ഷേ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ഗൈസ്.